ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. എൻ്റെ വാക്കുകൾ കൊണ്ടും എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. അഭിനയിച്ച് തകർക്കുകയാണല്ലേ, ഓസ്കാർ ആർക്ക് കിട്ടും? കുറെ കാലമായിട്ട് നിന്റെ അടവുകൾ 18 ഞാൻ കാണുന്നല്ലേ, എന്തെങ്കിലും ദുരുദ്ദേശമില്ല നീ എന്നെ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം പേളിമാണിക്ക് ഇതിനോടകം തന്നെ നഷ്ടമായത് 4 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ്. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ദാറ്റ് ഇസ് വൈ ഐ ആം ഹിയർ. ഫ്യൂ ഡേയ്സ് അഗോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. മക്കള് വെറുതെ അടി കൊള്ളാൻ നിൽക്കുന്നത്, നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോയിക്കൂടെ? എന്താ ഇത് നീ എഴുതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. വെറുതെ അടി കൊണ്ട് അവിടെ എടുക്കണോ എന്നുള്ള രീതിയിലാണ് പേളിമാണി സംസാരിച്ച് വെക്കുന്നത്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മൂഡിൽ ഞാൻ എഴുതിയതാ. കേട്ടോ, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹേർട്ട്. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ പോലെ ആയി. കച്ചിട്ട് ഇറക്കാനും വയ്യ, മരിച്ചിട്ട് തുപ്പാനും വയ്യ. എന്താ ചെയ്യാ? ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും വല്ലാത്ത ആപ്പായി പോയില്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം എ നോബഡി. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരെ അന്ന് മുതൽ ഇന്ന് വരെ നിലത്ത് നിർത്തിയിട്ടില്ല. അതിനുശേഷം ഇട്ട് കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിന്റെ നല്ല വശമാണ് കണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും നിങ്ങളെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. ആദ്യം ഇപ്പൊ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ വിലയിരുത്തൊന്നും വേണ്ട. ആദ്യം നിങ്ങളുടെ പോസ്റ്റ് കണ്ടത് നിങ്ങളുടെ അതർ ഫാൻസ് ആണ്. അവർ നിങ്ങൾക്ക് ജയ് വിളിച്ചു. പക്ഷെ പിന്നീട് അത് പുറമെയുള്ള വ്യക്തികളിലേക്ക് എത്തി. അവർ നിങ്ങളെ വിമർശിക്കുകയും ചെയ്തു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?